കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് 2021 LDF തുടർ ഭരണം നേടുന്ന അവസ്ഥയുണ്ടായത്. ഇത് ചെറിയ തോതിലല്ല വലതുപക്ഷത്തെ വിളറി പിടിപ്പിച്ചിരിക്കുന്നു. 1957 ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലായി എന്ന് വന്നപ്പോൾ അന്നതുണ്ടാക്കിയ വിളറി പിടുത്തമുണ്ട്. അന്നത്തെ ബൂർഷ്വാ ഭൂവുടമവർഗത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒന്നായിരുന്നു. പിന്നെ ഇടക്കിടക്ക് നാം അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി അധികാരത്തിൽ വരിക എന്നത് ഒരു തരത്തിലും ഈ ശക്തികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി LDF സർക്കാരിനെതിരായി ശക്തമായ പ്രചാരവേലകൾ, എല്ലാ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള ഐക്യനിര രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുന്നു. ആ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് നേരത്തെ തന്നെ മാർക്സും ഏംഗൽസും എല്ലാം പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ പിന്തിരിപ്പന്മാരും ഒന്നായി ചേരും എന്നായിരുന്നു നൽകിയ മുന്നറിയിപ്പ്. അത്തരമൊരു നിലയിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം വികസിച്ചു വരുന്നത്. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു വിശാല മുന്നണി ആ നിലയിൽ ഒന്നിച്ചു ചേരാനുള്ള ശ്രമമാണ് ഇവർക്കുള്ളത്. ഇതിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അത് പല തലങ്ങളിൽ നടന്നിട്ടുണ്ട്. നേരത്തെ അപൂർവം ചില ഘട്ടങ്ങളിൽ അതിലൊന്ന് 1957 വന്ന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്നത് 60. ആ 60 അന്നത്തെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത EMSനെ പരാജയപ്പെടുത്താൻ BJPയുടെ മുൻഗാമികളായ ജനസംഘവുമായി യോജിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തി. അതായിരുന്നു 1960 പട്ടാമ്പിയിൽ കണ്ടത്. എന്നാൽ അതേ നില തന്നെ 1971 സഖാവ് AKGയെ പരാജയപ്പെടുത്താൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ശ്രമിക്കുകയുണ്ടായി. ആ ശ്രമങ്ങളെയൊക്കെ അതത് ഘട്ടത്തിൽ കേരളം പരാജയപ്പെടുത്തുക. പിന്നെ ഉണ്ടായത് BJPയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ടുകൾ നൽകാം. അതിൻ്റെ ഭാഗമായി കോലീബി സഖ്യം വടകരയിലും ബേപ്പൂരും BJPയുടെ സ്ഥാനാർത്ഥികൾ UDF വോട്ട് കൊടുക്കുക. പക്ഷേ അതും പരാജയപ്പെടുത്തി. മൂന്നാമത്തെ ഘട്ടം ഇവിടെ
UDF സ്ഥാനാർത്ഥി ഉണ്ടാവും, പക്ഷെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. അതാണ് 2016 നേമത്ത് നടന്നത്. ഇപ്പോ തൃശ്ശൂരിലും ലോക്സഭാ മണ്ഡലത്തിലും അതേ നില ആവർത്തിച്ചായി കാണുന്നുണ്ട്. അപ്പോൾ BJP UDFും തമ്മിലുള്ള ഒത്തുപോക്ക്, ഇത്തരമൊരു കൂട്ടുകെട്ട്, അത് പല രീതിയിൽ പുറത്തു വരുന്നുണ്ട് എന്നർത്ഥം. ഇത് മറച്ചു വെക്കണം അവർക്ക് ഏറ്റവും പ്രധാനം ഇത് മറച്ചു വെക്കാൻ മറു ആരോപണം ഉന്നയിക്കലാണ്. അതിനവര് സാധാരണഗതിയിൽ ആരും വിശ്വസിക്കാനിടയില്ലാത്ത പ്രചരണങ്ങളാണ് നടത്തുന്നത്. BJPയും ഇടതുപക്ഷവും തമ്മിൽ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം. ഇവിടെ അധികാരം, അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന നിലയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. UDF, മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് അനുസൃതമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. BJPയെ കൂടെ നിർത്തുക, അവർക്ക് സീറ്റുകൾ നൽകുക, ഇതൊക്കെ അധികാര താല്പര്യത്തിൻ്റെ ഭാഗമായി UDF നീക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേരിൽ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI, ഇവരുമായി പരസ്യമായ ബന്ധമാണ് കോൺഗ്രസിനും UDFനുമുള്ളത്. ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്ത്, അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. ഇത് ശരിയായ രീതിയിൽ തുറന്നു കാണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനും ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെ ദുർബലപ്പെടുത്താനുമാണ് ഈ രീതിയിലൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. ഇത്തരം മഴവിൽ സഖ്യം രൂപപ്പെട്ടെങ്കിലും ശക്തമായ പ്രചരണങ്ങൾ ഇക്കൂട്ടർ നടത്തുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ വലിയ തോതിൽ ഏശിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ്, ചേലക്കര അസംബ്ലി മണ്ഡലം, പാലക്കാട് അസംബ്ലി മണ്ഡലം, അതിൽ വയനാടും പാലക്കാടും നേരത്തെ UDF ജയിച്ചു നിന്ന മണ്ഡലങ്ങളാണ്. പാലക്കാടാണെങ്കിൽ 2016 തന്നെ LDF 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. ഇവിടെ ചേലക്കര LDF വിജയിച്ചു നിൽക്കുന്ന മണ്ഡലം. ചേലക്കരയിൽ LDFനെ പരാജയപ്പെടുത്തിയാൽ LDFന് കനത്ത തിരിച്ചടിയായി എന്ന് പറഞ്ഞുകൊണ്ട് വൻപിച്ച പ്രചാരവേല സംഘടിപ്പിക്കാമെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. അതിനാവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തി. പക്ഷേ ചേലക്കര LDF സ്ഥാനാർത്ഥിക്ക് നല്ല രീതിയിൽ ജയിച്ചു വരാനായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ
പോളിംഗ് കുറഞ്ഞിട്ടും LDFന്റെ വോട്ട് വർദ്ധിപ്പിക്കാനുമായി. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെങ്കിലും അതല്ല വസ്തുത എന്ന് തെളിയിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. LDFനെ നല്ല രീതിയിൽ ഇത്തരം പ്രചാരവേലകളെ എതിർക്കാനായി എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ.